ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ആയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ഉടനെ തന്നെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ എല്ലാവരും തന്നെ പങ്കെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 350 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളറിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാടങ്ങ് ചൂടായിട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു ചെറിയൊരു ചൂട് മാത്രം മതി. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 കാഷ്യൂനട്ട് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊട്ടുകടലയാണ് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. വലിയ ഉണക്കമുന്തിരി ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഈ ശർക്കര പാനിയാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ അത് മെൽറ്റാക്കി എടുക്കുന്നത്. നല്ല കറുത്ത കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നൂൽപ്പരുവായി വരണം. അപ്പോൾ തീ കൂട്ടി വയ്ക്കാതെ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇതേപോലെ നൂൽപ്പരുവാക്കി എടുക്കാൻ. ഇപ്പോൾ ഇത് ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. തീ ഇപ്പം ഞാൻ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തേങ്ങയുടെ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഈ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1-2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ളും കരിഞ്ജീരകവും ചേർക്കുന്നുണ്ട്. എള്ള് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത എള്ളാണുള്ളതെങ്കിൽ നമ്മൾ നെയ്യ് വഴറ്റുന്ന സമയത്ത് നെയ്യിൽ നട്ട്സൊക്കെ വഴറ്റുമ്പോൾ അതുകൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള എള്ളും കുറച്ച് കരിഞ്ജീരകവും കൂടി, ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ വിളയിച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.